ഹൈ ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് ഓഫ് പാർട്ട് അല്ലെങ്കിൽ ഭാഗത്തിൻ്റെ ഭാഗം എന്ന ഭാഗമാണ്. ഭാഗത്തിൻ്റെ ഭാഗം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്കൊരു ചിത്രം വരയ്ക്കണം. ചിത്രം നിങ്ങൾക്ക് പരിചയമുള്ളൊരു ചിത്രം ഞാൻ വരച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ മുമ്പ് വരയ്ക്കുന്നത് ഒരു ചിത്രമാണ്. ഇതെന്തിൻ്റെ ചിത്രം? ഇതൊരു ചതുരമാണ്, ഒരു റെക്റ്റാങ്കിളാണ്. ഈ റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം ഇതിനെ നമ്മൾ രണ്ട് സമഭാഗങ്ങളാക്കുകയാണ്. രണ്ടു സമഭാഗങ്ങളാക്കി ഈ റെക്റ്റാങ്കിളിനെ മാറ്റുകയാണ്. രണ്ട് സമഭാഗങ്ങൾ, അതായത് 2 ഈക്വൽ പാർട്സ്. ഓക്കെ, അതിനുവേണ്ടി ചെയ്യുന്നത് ഇതിൻ്റെ ഈ റെക്റ്റാങ്കിളിൻ്റെ നടുവിലൂടെ ഒരു വര വരക്കുന്നു. ഓക്കെ, ഈ വര വരക്കുന്നതോടുകൂടി ഈ റെക്റ്റാങ്കിൾ 2 ഈക്വൽ പാർട്സായി മാറുകയാണ്. അതായത് ഒന്നാമത്തെ ഭാഗം വലിയ ചതുരത്തിൻ്റെ പകുതി, അതായത് അരഭാഗമായി മാറി. ഇതും അരഭാഗമായി മാറി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലൊരു ഭാഗത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം ഇതാണ്, രണ്ടാമത്തെ ഭാഗം ഇതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തിനെ വീണ്ടും 3 തുല്യ ഭാഗങ്ങളാക്കുകയാണ്. 3 തുല്യ ഭാഗങ്ങൾ, ഏതെങ്കിലും ഒരു ഭാഗത്തെ 3 തുല്യ ഭാഗങ്ങൾ, അതായത് 3 ഈക്വൽ പാർട്സ് ആക്കുകയാണ്. നോക്കൂ, അതിനുവേണ്ടി ചെയ്യുന്നത് അരഭാഗത്തെ നമ്മൾ 3 ഭാഗങ്ങളാക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വരച്ചു, ഒരു വര ഇങ്ങനെ വരച്ചു. 1 2 3. ഇപ്പോൾ ഈ അരയെ നമ്മൾ 3 ഭാഗങ്ങളാക്കി. ഒന്നാമത്തെ ഭാഗം, രണ്ടാമത്തെ ഭാഗം, മൂന്നാമത്തെ ഭാഗം. ഈ പാർട്ടുകൾ, ഈ ഓരോ ചെറിയ ചതുരങ്ങൾ, അതായത് ഒന്നാമത്തെ റെക്റ്റാങ്കിൾ ചെറിയ റെക്റ്റാങ്കിളും, രണ്ടാമത്തെ ചെറിയ ചതുരം അതായത് രണ്ടാമത്തെ ചെറിയ റെക്റ്റാങ്കിളും, മൂന്നാമത്തെ ചെറിയ ചതുരം അല്ലെങ്കിൽ മൂന്നാമത്തെ ചെറിയ റെക്റ്റാങ്കിളും ഹാഫ് എന്ന ചതുരത്തിൻ്റെ 1/3 ഭാഗമാണ്. അതായത് 1/3 ഓഫ് 1/2 ആണ്. ഹാഫിൻ്റെ 1/3 ഭാഗം. ഇതും അങ്ങനെയാണ്. 1/3 ഓഫ് 1/2, അതായത് ഹാഫ് എന്ന ചതുരത്തിൻ്റെ 3 ഭാഗമാക്കിയതിലൊന്ന്, അല്ലെങ്കിൽ 1/2ൻ്റെ 1/3 ഭാഗം. ഇവിടെ നോക്കൂ, ഇതും അതുപോലെ തന്നെ 1/3 ഓഫ് 1/2 ആണ്, അല്ലെങ്കിൽ അരയുടെ 1/3 ഭാഗം. ഓക്കെ, ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണ്. അപ്പോൾ ഇത് ഓരോന്ന് പറയുന്നത് 1/3 ഓഫ് 1/2 ആണ്. ഇതും 1/3 ഓഫ് 1/2 ആണ്. 1/3 ഓഫ് 1/2 ആണ്. ഇത് ആകെയുള്ള ചതുരത്തിൻ്റെ, ഈ വലിയ ചതുരത്തിൻ്റെ എത്ര ഭാഗമാണ് ഈ ചെറിയ ചതുരം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. ഈ വരകളൊന്ന് മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതും വരയ്ക്കാം, ഇതും നീട്ടി വരയ്ക്കാം. അപ്പോൾ ഇതെത്ര കിട്ടി? ഇതും അതുപോലെ തന്നെയാണ് വരിക. 1/3 ഓഫ് 1/2, 1/3 ഓഫ് 1/2, 1/3 ഓഫ് 1/2. അരയുടെ ഈ വര വേണ്ട. ഓക്കെ, അരയുടെ 1/3 ഭാഗം, അരയുടെ 1/3 ഭാഗം. ഇതും അരയുടെ 1/3 ഭാഗം, ഇതും അരയുടെ 1/3 ഭാഗം. ഒന്നുകൂടി വിശദമായിട്ട് പറയാം. നോക്കൂ, ഇവിടെയുള്ള ഇതെന്ന് പറയുന്നത് നമ്മുടെ വലിയ ചതുരത്തിൻ്റെ അരഭാഗമാണ്. അതിനെ നമ്മൾ 3 പാർട്ടാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്ന് പറയുന്നത് അരയുടെ 1/3 ഭാഗമാണ്. ഇതെന്ന് പറയുന്നതും അരയുടെ 1/3 ഭാഗമാണ്. ഇതും അരയുടെ 1/3 ഭാഗമാണ്. ഓക്കെ, ഇതിൽ നിന്ന് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഒരു ചതുരമെന്ന് പറയുന്നത് കണ്ടോ, ചെറിയ ചതുരം, ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, ആറാമത്തത്, അതെന്ന് പറയുന്നത് ഈ വലിയ ചതുരം നോക്കൂ. വലിയ ചതുരത്തിനെ ഇപ്പോൾ എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? 6 ഭാഗമായി. 1 2 3 4 5 6. വലിയ ചതുരത്തിൻ്റെ 1/6 ഭാഗമാണ്. ഓക്കെ,
അതായത് 1/3 ഓഫ് 1/2 എന്ന് പറയുന്നത് വലിയ ചതുരത്തിൻ്റെ 1/6 അതാണ് ഇതിൽ പഠിക്കുന്ന ഒരു പോയിൻ്റ്. ഇത് ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തന്നിട്ട് കൂടുതൽ വിശദീകരിച്ച് തരാം. ഓക്കെ, മറ്റൊരു ചതുരം നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചതുരം നോക്കണേ. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് നമുക്ക് കണ്ടെത്താം. 1/3 1/3 5 എങ്ങനെ കണ്ടെത്താം? How to find out 1/5 of 1/3. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ചതുരം വരയ്ക്കുന്നു. നേരത്തെ നമ്മൾ വരച്ചതുപോലത്തെ ചതുരം വരയ്ക്കുന്നു. ഈ ചതുരം വരച്ചതിന് ശേഷം ഇവിടെ 1/3 1/5 ആണ് കാണേണ്ടത്. പിന്നെ 1/3 5/1 3/1 5/1 കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചതുരത്തെ 3 പാർട്ടാക്കി മാറ്റുന്നു. ഓക്കെ, 1 2 3. ഓക്കെ, 3 ചതുരങ്ങളായി. 1 2 3. ഇതെന്ന് പറയുന്നത് ഒരു ചതുരത്തിൻ്റെ 1/3 ഇത് 1/3 ഇത് 1/3. 1/3 1/3 1/3. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1/3 1/5 കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലുള്ളൊരു ചെറിയ ചതുരത്തെ 5 ഭാഗമാക്കുന്നു. 1 2 3 4 5. ഓക്കെ, ഇതെന്ന് പറയുന്നത് 1/3 1/5 1/5 ഓഫ് 1/3 ഉണ്ടല്ലോ. അപ്പോൾ ഇത് വലിയ ചതുരത്തിൻ്റെ ഈ വരുന്ന വലിയ ചതുരം ഉണ്ടല്ലോ, ഈ വലിയ ചതുരത്തിൻ്റെ എത്ര ഭാഗമാണ് ഇതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. കണ്ടോ, ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ, അപ്പം ഇവിടെയൊക്കെ അത് കിട്ടും, ഇവിടെയും കിട്ടും. 1/3 ഓഫ് 1/5 ഓഫ് 1/3 1/5 ഓഫ് 1/3. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ചെറിയ ചതുരങ്ങളെന്ന് പറയുന്നത് വലിയ ചതുരം 1 2 3 4 5 7 8 9 10 11 12 13 14 15 വലിയ ചതുരത്തിൻ്റെ 1/15 അതായത് 15 ഓക്കെ, അതായത് 1/5 ഓഫ് 1/3 എന്ന് പറയുന്നത് വലിയ ചതുരത്തിൻ്റെ 1/15 അതായത് 15 അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 15 ഇതും 15 ചെയ്ത രീതി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നോട്ട്ബുക്കിലേക്കൊന്ന് വരച്ച് ഇതുപോലെ 2-3 തവണ വീഡിയോ കണ്ട് ഒന്ന് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ പ്രശ്നങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടി മാഷ് പറഞ്ഞുതരാം. ഇതൊന്ന് നന്നായിട്ട് കേൾക്കുക. ആദ്യത്തെ തവണ പറയുമ്പോൾ മനസ്സിലാവില്ല, 2-3 തവണ കേൾക്കണം. അപ്പോൾ ഇത് ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, സമയം വെറുതെ പാഴാക്കരുത്. ഈ സമയമൊക്കെ ഉപയോഗപ്പെടുത്തണം. നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഈ ഭാഗം ഒന്ന് ശരിക്കും നോക്കണം. ഇതാണ് മാഷ് ഈ നോട്ട്ബുക്കിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഈ ഭാഗം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗം കേട്ടോ. ഓക്കെ, അതുപോലെ മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾ അതേ പേജ് നമ്പറിലുള്ള 29-ാം പേജ് മുതൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഭാഗം വരെ, അതായത് 31-ാം പേജ് വരെയുള്ള ഭാഗം ഒന്ന് ശരിയായിട്ട് പഠിക്കണം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ.